അങ്ങനെ പേളിമാണിക്ക് പിന്നാലെ നവ്യ നായരും കൂടി എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? നവ്യ നായരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ. അതോടെ ആളെല്ലാരും കൂടി പിടിച്ചങ്ങ് ഏറി കയറ്റി വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോനേക്കാളും കൂടുതൽ വൈറലായത് ഈ റിയ എന്ന് പറയുന്ന പെൺകുട്ടി പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്ന ഒരു ഫോട്ടോയാണ്. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. കിടിലം പോസാണ് അല്ലേ? കാണുന്ന ഏതൊരാൾക്കും രോമാഞ്ചം തോന്നിപ്പോകും. ആ ലെവലിലാണ് ഈ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഇങ്ങനെ കാര്യത്തിന് പിന്നാലെയാണ് ഇതിനെ അനുകരിച്ചുകൊണ്ട് നവ്യ നായർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാം. നവ്യ നായർ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊൽക്കത്തയിൽ പോയ സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. കൊൽക്കത്തയിൽ വെച്ച് തന്നെയാണ് ഈ ഫോട്ടോയും ചിത്രീകരിച്ചത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാണെങ്കിൽ റിയയെ സംബന്ധിച്ചിടത്തോളം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് വാഹനത്തിന് കുറുകെ ചാടിയിട്ടാണ് അവൾ സമരം വിളിച്ചതും അതിന്റെ ഫൂട്ടേജ് വന്നതുമല്ല. എന്നാൽ നവ്യ നായരെ സംബന്ധിച്ചിടത്തോളം നിർത്തിയിട്ട് ഒരു വാഹനത്തിന് മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നത്. നാണമില്ല സ്ത്രീയെ വല്ലവരുടെയും ക്രെഡിറ്റ് എടുത്ത് ഇടാൻ. ഇല്ലേ പേളിമാണി, നീ വന്നത് നന്നായി. നവ്യ നായർ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായി പോയേനെ. ഞാനേ കണ്ടുള്ളൂ, ഇനി കാണാൻ ആരുമില്ല. വണ്ടികളൊക്കെ ഡൽഹിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. അവിടെ പോയി ഒറിജിനൽ ആയിട്ട് ചെയ്തൊരു പിക്ക് ഇടട്ടെ, അതാണ് വേണ്ടത്. എന്തിനാ ഇങ്ങനെ നാറുന്നത്? ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച സഹിച്ചോ. എന്തായാലും സംഭവം കയ്യിന്ന് പോയി എയറിലായി എന്ന് കണ്ടതോടെ നവ്യ നായർ എന്ത് ചെയ്തെന്ന് അറിയോ? പോസ്റ്റ് നൈസായിട്ട് മുക്കി കേട്ടോ. പക്ഷെ പോസ്റ്റ് മുക്കിയതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അതിനിടയ്ക്ക് തന്നെ കാണേണ്ടവരെല്ലാം കണ്ടു എന്നുള്ളതാണ്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.